ദേശീയ പതാകയോട് അങ്ങേയറ്റം അനാദരവ് കാണിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്തനംതിട്ട മലയാലപ്പുഴ KTDCക്ക് കീഴിലുള്ള അമ്യൂണിറ്റി സെന്ററിൽ ദേശീയ പതാകയെ ഒരു തരത്തിലും ബഹുമാനിക്കാത്ത തരത്തിൽ ഒരു സ്ഥലത്ത് അലക്ഷ്യമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനെതിരെ കോൺഗ്രസ് നേതൃത്വം, പത്തനംതിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലയാലപ്പുഴ SHOയ്ക്ക് അടക്കം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ അമ്യൂണിറ്റി സെന്ററിലാണ്. ഇവിടെ ഇപ്പോൾ അമ്യൂണിറ്റി സെന്ററിന്റെ ഒരു ഭാഗത്തായിട്ട് ദേശീയ പതാക പൂർണ്ണമായിട്ട്, അമ്യൂണിറ്റി സെന്ററിനകത്ത് പോലുമല്ല, അതിന്റെ പുറത്ത് പിന്നിലുള്ള ഭാഗത്ത് ആണ് ഈ ദേശീയ പതാക ഇങ്ങനെ ചാക്കിൽ കെട്ടി കൂട്ടിയിട്ടിരിക്കുന്നത്. തീർത്തും അലക്ഷ്യമായിട്ടാണ് ദേശീയ പതാക ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്. ഏതാണ്ട് 4-5 വർഷമായിട്ട് ഇതിങ്ങനെ ഇവിടെ കിടക്കുകയാണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം എല്ലാ വീടുകളിലേക്കും ദേശീയ പതാക കൊണ്ടുവരണം, ദേശീയ പതാക ഉയർത്തണം എന്നുള്ള തരത്തിലുള്ള ചില ആഹ്വാനങ്ങളുടെ ഭാഗമായിട്ട് ദേശീയ പതാക ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. അതിനുശേഷം അത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഈ അലക്ഷ്യമായിട്ട് ഇത് കൂട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം കൂടി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ ദേശീയ പതാകയെ ഒരു തരത്തിലും ഇങ്ങനെ കാണേണ്ട കാഴ്ചയല്ല ഇത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പം ഞങ്ങൾ ഇന്നലെ സംസ്ഥാന വ്യാപകമായി SIR-മായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സായാഹ്ന ക്യാമ്പുകൾ വെക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വെച്ചാണ് കോൺഗ്രസിൻ്റെ SIR-ൻ്റെ ക്യാമ്പ് നടന്നത്. അന്നേരമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ, കാരണം ഇവിടെ ഞങ്ങൾ അങ്ങനെ വരാറില്ല. ഇന്നലെ ഈ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഈ പതാകകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. ആ കണ്ടതിന് ശേഷമാണ് ഇന്ന് ഞങ്ങൾ രാവിലെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തു. കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് കളക്ടറെ കിട്ടിയില്ല. ADM-ഉമായിട്ട് ബന്ധപ്പെട്ടു, അഡീഷണൽ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. ഇത് ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിച്ചതിൻ്റെ പേരിലുള്ള കേസ് എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനകത്തൊരു പ്രധാന കാര്യം, ഇത് ഇന്ത്യയിലെ എല്ലാ ഭവനങ്ങളിലും പതാക ഉയർത്തണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, കേരള സംസ്ഥാനത്ത് ഗവൺമെൻറ് മുൻകൈ എടുത്താണ് ഇതുപോലെയുള്ള പതാകകൾ വാങ്ങി വിതരണം ചെയ്തത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധിച്ചാൽ ഇതുപോലെ തന്നെ കുടുംബശ്രീയെ ഏൽപ്പിച്ച ഇതുപോലെ ആയിരക്കണക്കിന് പതാകകൾ അലക്ഷ്യമായ രീതിയിൽ ഇങ്ങനെ തള്ളിയിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെ എല്ലാം പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഒരു ചെറിയ കാര്യമല്ല, അത് മലയാളപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. രാജ്യവ്യാപകമായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലും ദേശീയ പതാകയുടെ അനാദരവ് കാണിക്കാൻ പാടില്ലാത്തതാണ്. നമ്മൾ അങ്ങേയറ്റം ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ ദേശീയതയാണ് ഇവിടെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടും എന്തുകൊണ്ട് ആരും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതാണ് കൃത്യമായിട്ട് ഇന്നലെ ഞങ്ങളൊരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ന് ഇവിടെ ചെയ്യുന്ന ഇത് കുടുംബശ്രീയുടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ വന്നപ്പോൾ കൃത്യമായിട്ട് ഇത് ഇവിടെ ഉണ്ട്. അന്ന് തൊട്ട് ഇവിടെ ഏതാണ്ട് 4-5 വർഷമായിട്ട് ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റാണ്, ഏതോ കുടുംബശ്രീക്കാരെ കൊണ്ട് ചെയ്ത് ഇങ്ങനെ പ്രൊജക്റ്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതെന്താ കാര്യം എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളിപ്പം ഇവിടെ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടറെ വിളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ നടപടി എടുക്കണം. ഈ നടപടി എടുക്കാതെ ഇതിനെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റാനുള്ള സമ്മതിക്കത്തുമില്ല. ഇതിന് കൃത്യമായ ആളിനെ കണ്ടെത്തി, ജില്ലാ വിഷൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു, അവർ കൃത്യമായ ഇതിന് മറുപടിയും പറയേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ ദേശീയ പതാക ഇങ്ങനെ ഇവിടെ കിടന്ന് നശിക്കാതെ ഇത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. അതിനുശേഷം ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് അലക്ഷ്യമായി ഇട്ട ആളുകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ള ആവശ്യം കൂടി പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇത് നടപടി സ്വീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ദേശീയ പതാകയെയാണ് ഈ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. അതിന് അങ്ങേയറ്റം മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ശിക്ഷാരീതി ഇതിനകത്ത് പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്വീകരിക്കേണ്ടതാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ വരണം എന്നുള്ള ആവശ്യം കൂടി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. മലയാളപ്പുഴയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.